ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും സ്ലൈഡ് വ്യൂ കാണുന്നുണ്ടല്ലോ കൃത്യമായിട്ട്? അതുപോലെ തന്നെ ഓഡിബിൾ അല്ലേ ഇത് ഞാൻ പറയുന്നത്? ഉണ്ട് സർ. ആ സർ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെക്കാനിക്കൽ വർക്കിംഗ് ഓഫ് മെറ്റൽസ് അല്ലേ, അതാണ് നോക്കിയത് ലാസ്റ്റ്. അതിൽ 2 ടൈപ്സ് ഓഫ് ഉണ്ടല്ലേ, 2 കാറ്റഗറി ഉണ്ട് മെക്കാനിക്കൽ വർക്കിംഗ്. എന്താണ് മെക്കാനിക്കൽ വർക്കിംഗ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ ഫോം ഓർ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് മെറ്റീരിയൽ ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. അപ്പോൾ അങ്ങനെ നമ്മൾ മെക്കാനിക്കൽ വർക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദ മെറ്റീരിയൽ. സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ദർ വിൽ ബി ചേഞ്ച് ഇൻ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ ഓൾസോ. സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ വർക്കിംഗ്. ഒന്ന് എന്താണ് കോൾഡ് വർക്കിംഗ്, രണ്ടാമത്തത് ഹോട്ട് വർക്കിംഗ്. എന്താണ് കോൾഡ് വർക്കിംഗ്? കോൾഡ് വർക്കിങ്ങിന്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു. ആക്ച്വൽ ഡെഫിനിഷൻ എന്താണ്? ദ മെക്കാനിക്കൽ വർക്കിംഗ് ഡൺ ഓൺ എ മെറ്റീരിയൽ ബിലോ ഇറ്റ്സ് പ്രീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ. അതിനെയാണ് നമ്മൾ കോൾഡ് വർക്കിംഗ് എന്ന് പറയല്. യൂഷ്വലി അത് റൂം ടെമ്പറേച്ചറിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ അതിന്റെ കോൾഡ് വർക്കിംഗ് ആയിരിക്കും. So what happens in a cold working? Its grains will be distorted. It will be in a distorted condition at the end of the plastic deformation. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ എന്താ സംഭവിക്കുന്നത്? അവിടെ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ്. ഡിഫോർമേഷൻ നിങ്ങൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ എന്താണ് ഡിഫോർമേഷൻ, എന്താണ് എലാസ്റ്റിക് ഡിഫോർമേഷൻ, എന്താണ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഒക്കെ നോക്കിയിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ എലാസ്റ്റിക് ഡിഫോർമേഷൻ എന്താണ്? നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എലാസ്റ്റിക്കലി അത് ഡിഫോം ചെയ്യും അല്ലേ? ചേഞ്ച് ഇൻ ഷേപ്പ്, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഉണ്ടാകും. Once we remove the load, it will retain to its original shape and size. Okay, അപ്പോൾ അതാണ് എലാസ്റ്റിക്. പ്ലാസ്റ്റിക്കലി ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അതിന്റെ ഷേപ്പും അതിന്റെ സൈസും ഒക്കെ അത് ചേഞ്ച് ചെയ്യും അല്ലേ? വൺസ് ഇഫ് യു ആർ റിമൂവിങ് ദ ലോഡ് ഓൾസോ ദ ഷേപ്പ് ആൻഡ് സൈസ് വിൽ ബി ചേഞ്ച്ഡ്. അപ്പോൾ അതാണ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്താണ്? അതിന്റെ ഗ്രെയിൻസ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഇൻ എ ഡിസ്റ്റോർട്ടഡ് കണ്ടീഷൻ. എവിടെയൊക്കെയാണോ നമ്മൾ ഈ മെക്കാനിക്കൽ വർക്ക് ചെയ്തത് അവിടേക്ക് ഇത് ഡിസ്റ്റോർട്ട് ചെയ്തിട്ടുണ്ടാവും. So there will be internal stress developed inside the material. അപ്പോൾ അങ്ങനെ മെനി പ്രോപ്പർട്ടീസ് വിൽ ബി എഫക്റ്റഡ് ബൈ കോൾഡ് വർക്കിംഗ്. അപ്പോൾ അതെല്ലാം പറഞ്ഞു എന്താണ് ഈ പറയുന്ന ടെൻസൈൽ സ്ട്രെങ്ത് മാറും, ഈൽഡ് സ്ട്രെങ്ത് മാറും, ഹാർഡ്നെസ്, ഡക്റ്റിലിറ്റി, അതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, കൊറോഷൻ റെസിസ്റ്റൻസ്, ഇതൊക്കെ മാറും. ഹോട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളതിന് റീക്രിസ്റ്റലേഷൻ ടെമ്പറേച്ചറിന്റെ മുകളിൽ ഒരു ടെമ്പറേച്ചറിലാണ് നമ്മൾ അതിന്റെ മുകളിൽ മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്നത്. വിൽ കോൾ ഇറ്റ് ആസ് ഹോട്ട് വർക്കിംഗ്. മെറ്റീരിയൽ വിൽ ബിക്കം സോഫ്റ്റ് ആൻഡ് ഡക്റ്റൈൽ ആഫ്റ്റർ ഹോട്ട് വർക്കിംഗ്. ബോഷിംഗർ എഫക്ട് നോക്കിയെന്നല്ല അല്ലേ? ബോഷിംഗർ എഫക്ട് എന്താന്ന് പറയുന്നത് ഇന്നലെ അത് നമ്മൾ ഫിഗർ വരച്ചിട്ട് തന്നെ നോക്കിയതാണ് അല്ലേ? നമ്മൾ ടെൻസൈൽ ലോഡ് അപ്ലൈ ആണ് ഒരു റോഡിൽ, എവിടെയായാലും ഇത് അപ്ലിക്കബിൾ ആണ്. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഒരു റോഡ് എടുത്തു അല്ലേ? ഒരു സിലിണ്ടറിക്കൽ റോഡ്, അതിൽ നമ്മൾ ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ആണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് എലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞ് അതിന്റെ പ്ലാസ്റ്റിക് ലിമിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്? അത് ഡിഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങും അല്ലേ? ഡിഫോം ചെയ്യുമ്പോൾ അതിന് ഇന്റേണൽ ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ 2 എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞല്ലോ. 2 മെറ്റീരിയൽ, സെയിം ഷേപ്പ്, സൈസ്, സിമിലർ മെറ്റീരിയൽ, രണ്ടിലും സെയിം ലോഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ? എ ബി എന്നിട്ട് 2 മെറ്റീരിയൽ എടുത്തു. അതിനുശേഷം എ നില മെറ്റീരിയലും ബി നില മെറ്റീരിയലും രണ്ടിലും സിമിലർ ടെൻസൈൽ ലോഡ് കൊടുത്തു. അപ്പോൾ രണ്ടിലും അത് ഇന്റേണൽ കംപ്രസീവ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ എ നില മെറ്റീരിയലിന് വീണ്ടും നമ്മൾ ടെൻസൈൽ ലോഡ് കൊടുക്കുകയാണ്, ബി നില മെറ്റീരിയൽ നമ്മൾ കംപ്രസീവ് ലോഡ് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഈൽഡ് കിട്ടുന്ന ഏതായിരിക്കും? കൂടുതൽ ഈൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈൽഡ് ചെയ്യുക പറഞ്ഞാൽ അത് പ്ലാസ്റ്റിക്കിൽ ഡിഫോം ചെയ്യുന്നതിനെ നമ്മൾ ഈൽഡിംഗ് എന്ന് പറയുന്നത് അല്ലേ? കൂടുതൽ ഈൽഡ് കിട്ടുന്നത് സെക്കൻഡ് ബി നില മെറ്റീരിയലായിരിക്കും. നമ്മൾ എവിടെയാണ് കംപ്രസീവ് സ്ട്രെസ് കൊടുക്കുന്നത് അവിടെ ആയിരിക്കും നമുക്ക് കൂടുതൽ ഈൽഡ് കിട്ടല്. ഓക്കെ, അന്നേരം നമുക്ക് എന്താണ്? ടെൻസൈൽ സ്ട്രെസ് കൊടുത്ത അത്രയും മാഗ്നിറ്റ്യൂഡ് വേണ്ട കംപ്രസീവ് സ്ട്രെസ്സിന്, കാരണം ഓൾറെഡി ഇന്റേണൽ ആയിട്ട് കുറച്ച് കംപ്രസീവ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ടെൻസൈൽ സ്ട്രെസ് കൊടുക്കുന്ന മെറ്റീരിയലോ, ഫസ്റ്റ് എ എന്നുള്ള എക്സാമ്പിളിലോ, അതിൽ ഓൾറെഡി ഇന്റേണൽ ആയിട്ട് കുറച്ച് കംപ്രസീവ് സ്ട്രെസ് ഉണ്ട്. അപ്പോൾ അതിനെയും ഓവർകം ചെയ്യുന്ന അത്രയും ടെൻസൈൽ സ്ട്രെസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അവിടെ കൂടുതൽ ടെൻസൈൽ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള ഈ ഒരു എഫക്റ്റ്, മെറ്റീരിയൽസിൽ ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ബോഷിംഗർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്താ നോക്കി 3 സ്റ്റേജസ് ഓഫ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ നോക്കി. അതിൽ നിന്നാണ് റീകവറി, റീക്രിസ്റ്റലൈസേഷൻ ആൻഡ് ഗ്രെയിൻ ഗ്രോത്ത് അല്ലേ? ടെമ്പറേച്ചർ, ഓരോ ടെമ്പറേച്ചറിലും ഫസ്റ്റ് അതിൽ റീകവറി ഉണ്ടാവും. റീകവറിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു നമ്മൾ നോക്കിയതാണ്. അവിടെ ഗ്രെയിൻ, അതായത് അതിലുള്ള ഇന്റേണൽ മെക്കാനിക്കൽ സ്ട്രെസ്സസിനെ റെഡ്യൂസ് ചെയ്യും അല്ല റീകവറി സ്റ്റേജിൽ. അതിനുശേഷം റീക്രിസ്റ്റലൈസേഷൻ സ്റ്റേജിൽ
അതിൽ കുറേ ഡിഫോംഡ് ക്രിസ്റ്റൽസ് ഉണ്ടാവില്ല. വി ആർ ഡൂയിങ് മെക്കാനിക്കൽ വർക്ക്, കോൾഡ് വർക്കിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് ഡിഫോംഡ് ക്രിസ്റ്റൽസ് ഉണ്ടാവും. ദേ ആർ ഓൾ സ്ട്രെയിൻഡ് ക്രിസ്റ്റൽസ്. ദേ വിൽ ബി ഹാവിങ് ഹൈ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി. അപ്പോൾ അതിനെല്ലാം എന്ത് സംഭവിക്കും? അതിനെല്ലാം അൺസ്ട്രെയിൻഡ് ഫ്രീ ക്രിസ്റ്റൽ ആക്കി മാറ്റും വിത്ത് ലോ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ റീക്രിസ്റ്റലൈസേഷൻ കൊണ്ട് ഡ്രൈവിംഗ് ഫോഴ്സ് എന്നാണ് ഈ ധർമ്മേശ, അത് ഞാൻ ലാസ്റ്റ് വിളിക്കാം, ഞാൻ ആദ്യം ഒരിക്കൽ എടുത്തു. ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്? സ്ട്രെയിൻ എനർജി അസോസിയേറ്റഡ് വിത്ത് ഡിസ്ലൊക്കേഷൻ. അപ്പം അതിലുള്ള സ്ട്രെയിൻ എനർജി തന്നെയാണ് അതിൻ്റെ റീക്രിസ്റ്റലൈസേഷനിലെ മോട്ടീവ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫോഴ്സ്. റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ നമ്മൾ നോക്കി എന്താണ്? ഓൾമോസ്റ്റ് ഒരു ഫുൾ മെറ്റീരിയൽ അല്ലെങ്കിൽ 50% അബോവ് മെറ്റീരിയലും 1 ഹവറിൽ റീക്രിസ്റ്റലൈസ് ചെയ്യാൻ എത്രയാണോ ടെമ്പറേച്ചർ ഉണ്ട് അതിനെയാണ് നമ്മൾ അതിൻ്റെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ ആൻഡ് ഇറ്റ് വിൽ ചേഞ്ച് വിത്ത് മെറ്റീരിയൽ ടു മെറ്റീരിയൽ. സോ റീക്രിസ്റ്റലൈസേഷനിൽ എന്ത് സംഭവിക്കുന്നത്? ന്യൂ ഗ്രെയിൻ ഫോർമേഷൻ ഉണ്ടാവും അല്ലേ? ന്യൂ ഗ്രെയിൻ ഫോർമേഷൻ ഉണ്ടാവും, ന്യൂ ന്യൂക്ലിയസ് ഫോർമേഷൻ ഉണ്ടാവും, ന്യൂ ഗ്രെയിൻസ് ഫോം ചെയ്യും, അത് ഗ്രോ ചെയ്യും. ടിൽ ഇറ്റ് ബിക്കംസ് ഇക്വാച്വൽ ഗ്രെയിൻസ്, അത് ഗ്രോ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ റീക്രിസ്റ്റൽ, അതായത് പുതിയ ക്രിസ്റ്റൽസ്, അതായത് സ്ട്രെയിൻ ഫ്രീ ക്രിസ്റ്റൽസ് നമുക്ക് കിട്ടും റീക്രിസ്റ്റലൈസേഷനിൽ. അതിനുശേഷം നമ്മൾ നോക്കിയത് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് അല്ലെ, റിക്കവറി, റീക്രിസ്റ്റലൈസേഷൻ. ആഫ്റ്റർ ദാറ്റ് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റീക്രിസ്റ്റലൈസേഷൻ: amount of cold work, time of annealing, temperature, annealing temperature, composition, internal grain size, temperature of deformation. അതിലൊക്കെ ഉള്ള എഫക്റ്റുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ലാസ്റ്റ് സംഭവിക്കുന്ന ഗ്രെയിൻ ഗ്രോത്ത് അല്ലെ. ഫർദർ ഹയർ ടെമ്പറേച്ചറിൽ ഗ്രെയിൻ വളരാൻ വേണ്ടി തുടങ്ങും അല്ലെ, ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു ഗ്രോ. കാരണം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഗ്രെയിൻ ഗ്രോത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് എന്നാണ് ഈ ഗ്രെയിൻ ബൗണ്ടറി അല്ലെങ്കിൽ ഗ്രെയിൻ സർഫസ് എനർജിയിലെ റിഡക്ഷനാണ് ഇതിൻ്റെ ഗ്രോത്തിനുള്ള കാരണം അല്ലേ. സർഫസ് എനർജി റിഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിന് ഗ്രോ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് കുറച്ചും കൂടി ബിഗ്ഗർ ഗ്രെയിൻ സൈസ് ആയിരിക്കും. സോ ഇത് മെറ്റീരിയൽ വിൽ ബിക്കം സോഫ്റ്റർ അല്ലെങ്കിൽ ഡക്റ്റൈൽ. അതിനും കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. എന്താണ്? ഡിഗ്രി ഓഫ് ഫയർ ഡിഫോർമേഷൻ, ടൈം അറ്റ് ടെമ്പറേച്ചർ, അനീലിംഗ് ടെമ്പറേച്ചർ, ടോട്ടൽ ഹീറ്റിംഗ് ടൈം, ദ പ്രസൻസ് ഓഫ് ഇൻസോലിബിൾ ഇംപ്യൂരിറ്റീസ്. അപ്പോൾ അതൊക്കെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു നോക്കി. അതിനുശേഷം നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് അനീലിംഗ് ആ ഒരു പ്രോസസ്സിൽ അത് ആദ്യം കോൾഡ് വർക്ക് ചെയ്തു അല്ലേ, ശേഷം റിക്കവറി സ്റ്റേജ്, റീക്രിസ്റ്റലൈസേഷൻ സ്റ്റേജ്, ഗ്രെയിൻ ഗ്രോത്ത്. അപ്പോൾ ഈ 3 സ്റ്റേജും സംഭവിക്കുന്ന എവിടെയാണ്? അനീലിംഗ് പ്രോസസ്സിലാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് റിക്കവറി, റീക്രിസ്റ്റലൈസേഷൻ, ഗ്രെയിൻ ഗ്രോത്ത് എന്നോട് ചോദിക്കാം. അടുത്ത സെക്ഷൻ, അടുത്തൊരു പുതിയ ടോപ്പിക്കായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് സ്റ്റീൽസ് അല്ലേ. സ്റ്റീൽസിൻ്റെ അല്ലെങ്കിൽ സ്റ്റീൽ എന്ന് വെച്ചാൽ അതൊരു അലോയ് ആണ് അല്ലേ, അലോയ്സ്. അപ്പോൾ സ്റ്റീൽ ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് അലോയ് വി ആർ യൂസിങ് അല്ലേ. വി ആർ ഹാവിങ് ആപ്ലിക്കേഷൻ ഇൻ അവർ പ്രൊഡക്ഷൻ ഫീൽഡ്. സോ സ്റ്റീൽസ് മെയിനായിട്ട് 2 ടൈപ്സ് ഓഫ് സ്റ്റീൽസ് ആണ് ജനറൽ ക്ലാസിഫിക്കേഷനിലുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പ്ലെയിൻ കാർബൺ സ്റ്റീൽ ആൻഡ് സെക്കൻഡ് വൺ ഈസ് അലോയ് സ്റ്റീൽസ് അല്ലേ. ഓൾറെഡി ഇന്നലെ നമ്മൾ പറഞ്ഞു, പ്ലെയിൻ കാർബൺ സ്റ്റീൽ ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വിൽ ബി അതർ ദാൻ അയൺ, ദർ വിൽ ബി കാർബൺ. ഓക്കെ, നമ്മുടെ കാർബൺ സ്റ്റീൽസ് എന്നാണ് അതിനെ പറയുക, അല്ലെങ്കിൽ പ്ലെയിൻ കാർബൺ സ്റ്റീൽസ്. ഓൺലി കാർബൺ ഈസ് ദ extra element, extra ingredient in iron here. Alloy steels, other than carbon, there will be other elements also added as alloying elements, so as to improve the or change the property of the material. That's the alloy steels. Plain carbon steels again divided into 3. Low carbon, medium carbon, and high carbon. And the carbon content varies from 0.1 to 0.3 in low carbon steel, from 0.3 to 0.6 in medium carbon steel, and from 0.6 to 1.2 in high carbon steels. ഓക്കെ, അത് നിങ്ങൾക്ക് ടാബ്ലർ നോക്കാം. ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് അതിൻ്റെ കോമ്പോസിഷൻ അനുസരിച്ചുള്ള അതിൻ്റെ പ്രോപ്പർട്ടി വേരിയേഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ കിട്ടും. ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും നിങ്ങൾ മിനിമം 2-3 ആപ്ലിക്കേഷൻ, ഈവൺ ഇഫ് ചോദിച്ചിട്ടില്ലെങ്കിലും ആപ്ലിക്കേഷൻസ് എഴുതണം. അതിനുശേഷം അലോയ് സ്റ്റീൽ. അലോയ് സ്റ്റീൽസ് നമ്മൾ അതർ ദാൻ കാർബൺ വി ആർ ആഡിങ് അതർ എലമെന്റ്സ് ലൈക്ക് silicon, manganese, sulfur, phosphorus, etc. So it will have its own improvements in the property of carbon steels. Effect of alloying elements. ഇവിടെയാണ് നമ്മൾ ഇന്നലെ ഇതിൽ ആദ്യത്തെ 2 മാത്രമാണ് നമ്മൾ ഇന്നലെ നോക്കിയല്ലേ. ഈ അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ മെറ്റീരിയൽസിൽ എന്തൊക്കെ എഫക്ട്സ് ആണ് ഉണ്ടാക്കുന്നത്? ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് നോക്കിയതാണ്. ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവും അല്ലേ. കാരണം ഇതിൽ ശരിക്കും എക്സ്ട്രാ അലോയിങ് എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ അതൊരു ഇമ്പ്യൂരിറ്റി ആണല്ലേ. ഓൾറെഡി പ്രസന്റ് ആയ ഒരു എലമെന്റിൽ ഒരു എക്സ്ട്രാ വേറെ ഏതോ ഒരു എലമെന്റ് വന്ന് ചേരുകയാണ്. സോ ആ ബേസ് എലമെന്റിനെ സംബന്ധിച്ച് അതർ വൺ ഈസ് എൻ ഇമ്പ്യൂരിറ്റി അല്ലേ. ബട്ട് നമ്മുടെ ടോട്ടൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ചസ് ഉണ്ടാവുന്നു.
സോ ഓൾറെഡി ദിസ് പ്യുവർ മെറ്റൽ അല്ലെങ്കിൽ ഈ സിംഗിൾ എലമെന്റിൽ എന്തുണ്ടാവും, ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ്സ് ഉണ്ടാവും. സോ ദാറ്റ് ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റിനെ ഈ പുതിയ ഇമ്പ്യൂരിറ്റി എഫക്ട് ചെയ്യും അല്ലെ, ഇറ്റ് വിൽ ബ്ലോക്ക് അല്ലെ, അതിനെ ബ്ലോക്ക് ചെയ്യും, ഒബ്സ്ട്രക്ട് ചെയ്യും. സോ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, അതിന്റെ സ്ട്രെങ്ത് ഒക്കെ കൂടാൻ വേണ്ടി തുടങ്ങും അല്ലെ. സോ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, ഓൾറെഡി ഉള്ള പ്രസന്റ് ബേസ് മെറ്റലിലെ ഒരു എലാസ്റ്റിക് മോഡുലസ് ഉണ്ടാവും. നമ്മളെ പുറത്തുനിന്ന് വന്ന ഇമ്പ്യൂരിറ്റീസിന്റെ എലാസ്റ്റിക് മോഡുലസ് ഡിഫറെന്റ് ആയിരിക്കും. സോ ദർ വിൽ ബി ഹയർ എലാസ്റ്റിക് മോഡുലസ് ആൻഡ് ലോവർ എലാസ്റ്റിക് മോഡുലസ് ഉണ്ടാവും അല്ലെ. സോ ഹയർ എലാസ്റ്റിക് മോഡുലസ് it will act like an energy barrier and a lower one like an energy trough. So both of which would stop dislocation movement. ഇത് രണ്ടും എന്ത് സംഭവിക്കും, ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ മോഡുലസ് ഈ എലാസ്റ്റിക് മോഡുലസിലെ ഡിഫറൻസ് ആണ് ഈ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്, ഈ അലോയിങ് എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ ലീഡ് ടു ദ റിഡക്ഷൻ ഇൻ ദ movement of dislocation and hence it will strengthen the material or it will improve the hardness of the material. പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്കറിയാം ഒരുപാട് അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം നമ്മൾ നോക്കിയതാണ് അല്ലെ. ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ, ഫേസ് ട്രാൻസ്ഫോർമേഷൻ റീജിയൻസ് നമ്മൾ കണ്ടു അല്ലെ. ആൽഫ ടു ഗാമ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, ഗാമ ടു ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അല്ലെ. സോ ആൽഫ ടു ഗാമ ട്രാൻസ്ഫോർമേഷൻ ഹാപ്പൻ ചെയ്യുന്ന എവിടെ, A3 ടെമ്പറേച്ചർ ഓർ അവർ യൂട്ടക്ടോയിഡ് ടെമ്പറേച്ചർ അറ്റ് above the eutectic temperature അല്ലെ, A3 ടെമ്പറേച്ചറിൽ 912 ഡിഗ്രി സെൽഷ്യസിലാണ് അയണിന്റെ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്, പ്യൂർ അയണിന്റെ. അപ്പോൾ നമുക്ക് A3 ലൈൻ അറിയാം, ഇറ്റ് ഇസ് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെ, അപ്പർ ക്രിട്ടിക്കൽ പോയിന്റ്, ആ ലൈനാണ് A3 ലൈൻ. അതുപോലെ തന്നെ A4 ലൈൻ ഉണ്ട്, ഗാമ ടു ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. നമ്മൾ A3 ലൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായില്ല, അത് മുകളിലായിട്ട് A3 ലൈൻ ഉണ്ട് അല്ലെ, 1394 ഡിഗ്രി സെൽഷ്യസിൽ. സോ വാട്ട് ഹാപ്പൻസ്, പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ എന്താ സംഭവിക്കുന്നത്, ഇവിടെ നമ്മൾ ഡിഫറെന്റ് എലമെന്റ്സ് ആഡ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ മോളിബ്ഡിനം, ക്രോമിയം, ടങ്സ്റ്റൺ തുടങ്ങിയ എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ എന്താണ്, ഇറ്റ് വിൽ കോൺട്രാക്ട് ദ ഓസ്റ്റനേറ്റ് റീജിയൻ. നമുക്കറിയാം ഓസ്റ്റനേറ്റ് റീജിയൻ എവിടെയാണ്, ഓസ്റ്റനേറ്റ് റീജിയൻ നമുക്കറിയാം അല്ല, ഗാമ റീജിയൻ ആണ് ഓസ്റ്റനേറ്റ് റീജിയൻ. സോ ഇപ്പോൾ പറഞ്ഞ ഈ എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഓസ്റ്റനേറ്റ് റീജിയൻ അത് കോൺട്രാക്ട് ചെയ്യാതിരുന്നു അല്ലെ. ടു കോൺട്രാക്ട് ദ ഓസ്റ്റനേറ്റ് റീജിയൻ ആൻഡ് എൻലാർജ് ദി ഫെറൈറ്റ് റീജിയൻ. ഓസ്റ്റനേറ്റ് റീജിയൻ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഫെറൈറ്റ് റീജിയൻ എൻലാർജ് ചെയ്യും. So this will raise the A3 temperature and lower the A4 temperature. That is the effect of these, the so-called alloying elements in that material. And some other elements like nickel, manganese, copper, cobalt, they will produce the opposite effect. അല്ലേ, അതെന്താ ചെയ്യുന്നത്, it will lower the A3 temperature and it will raise the A4 temperature. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, ഓസ്റ്റനേറ്റ് റീജിയൻ എന്ത് ചെയ്യും, എൻലാർജ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ കേസിൽ ഓസ്റ്റനേറ്റ് റീജിയനെ കോൺട്രാക്ട് ചെയ്യായിരുന്നു, പക്ഷേ ഫെറൈറ്റ് റീജിയൻ എൻലാർജ് ചെയ്തു. പക്ഷേ ഈ കേസിൽ ഓസ്റ്റനേറ്റ് റീജിയൻ എൻലാർജ് ചെയ്യുക ചെയ്യുന്നത് സെക്കൻഡ് കേസിൽ. ഏതൊക്കെ ആഡ് ചെയ്യുമ്പോൾ, നിക്കൽ, മാംഗനീസ്, കോപ്പർ, കൊബാൾട്ട്, ഇതൊക്കെ അലോയിങ് എലമെന്റ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അടുത്ത ടോപ്പിക് സ്ട്രെങ്തനിങ് ഓഫ് ഫെറൈറ്റ്. നമുക്ക് ഈ അലോയിങ് എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്ക് ഈ ഫെറൈറ്റ്, ഓസ്റ്റനേറ്റ്, ഇതൊക്കെ സിമെന്റൈറ്റ്, ഇതൊക്കെ നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്, ഇതൊക്കെ നമ്മൾ കാണുന്ന എവിടെയാണ്, അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിലാണ് അല്ലെ. അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം അതൊരു ബൈനറി ഡയഗ്രം അല്ലെ, ബൈനറി ഫേസ് ഡയഗ്രമാണ്. എന്താണ് ബൈനറി ഫേസ് ഡയഗ്രം, രണ്ട് എലമെന്റ് മാത്രമുള്ള ഒരു ഡയഗ്രത്തിനെ നമ്മൾ ബൈനറി, കോപ്പർ നിക്കൽ ഡയഗ്രം അല്ലെ, ഇതൊക്കെ ബൈനറി ഫേസ് ഡയഗ്രമാണ്. അപ്പോൾ ഈ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം ബൈനറി ആണ്, അതിൽ ഏതൊക്കെയുള്ളത്, അയൺ ഉണ്ട്, കാർബൺ ഉണ്ട് അല്ലെ. സോ അയണിലേക്ക് നമ്മൾ കാർബൺ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിഫറെന്റ് ഫേസ് റീജിയൻസ് ആണ് ഈ പറയുന്ന ഫെറൈറ്റ്, ഓസ്റ്റനേറ്റ്, സിമെന്റേറ്റ് ഒക്കെ അല്ലെ. അപ്പോൾ ഈ ഫേസ് റീജിയൻ എങ്ങനെയാണ്, either it will be സോളിഡ് ഓർ ലിക്വിഡ് ഓർ ഇറ്റ് വിൽ എക്സിസ്റ്റ് ഇൻ ബോത്ത് സോളിഡ് ആൻഡ് ലിക്വിഡ് ഫോം അല്ലെ. അങ്ങനെയല്ല ഡിഫറെന്റ് ഫേസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോളിഡിൽ തന്നെ ഡിഫറെന്റ് ഫേസ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും അല്ലെ, മൈക്രോ സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. ഗാമയും ഡെൽറ്റയും ഒക്കെ ഡിഫറെന്റ് ആവും അതിന്റെ സ്ട്രക്ചർ ആൻഡ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. സോ വാട്ട് ഹാപ്പൻസ് മീൻ, നമുക്ക് ഈ ഇതിലേക്ക് ആ കാണുന്ന ആ ഡയഗ്രത്തിലുള്ള അത്രയും ആ സോളിഡ് സൊല്യൂഷനൊക്കെ നമ്മൾ എക്സ്ട്രാ അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഈ അലോയിങ് എലമെന്റ്സിന് എപ്പോഴും എന്ത് സംഭവിക്കും, ഈ ഫെറൈറ്റിലേക്ക് ഡിസോൾവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. സോ മോസ്റ്റ് ഓഫ് ദ അലോയിങ് എലമെന്റ്സ് ഫോം സോളിഡ് സൊല്യൂഷൻ വിത്ത് ഫെറൈറ്റ്. മോസ്റ്റ് ഓഫ് ദ അലോയിങ് എലമെന്റ്സ് വിൽ ഫോം സോളിഡ് സൊല്യൂഷൻ വിത്ത് ഫെറൈറ്റ്. പക്ഷേ സോളിഡ് സൊല്യൂഷൻ അത് ലിമിറ്റഡ് സൊല്യൂബിലിറ്റി ആണ് അതിനുള്ളത്. സോ വാട്ട് ഹാപ്പൻസ് മീൻസ് അത് അതിന്റെ ഹാർഡ്നസും സ്ട്രെങ്ത്തും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ എലമെന്റ്സ് ആഡ് ചെയ്യുന്നത് അതിന്റെ ഹാർഡ്നസും സ്ട്രെങ്ത്തും ഇൻക്രീസ് ചെയ്യും. Nickel, aluminum, silicon, copper and cobalt have better solubility in ferrite. ഇപ്പോൾ പറഞ്ഞ ഇത്രയും എലമെന്റ്സിന് have better solubility in ferrite. Nickel, aluminum, silicon, copper and cobalt. ബട്ട് ഓവറോൾ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സ്ട്രെങ്തനിങ് മെക്കാനിസം നോക്കിയതാണ്, ഡിഫറെന്റ് സ്ട്രെങ്തനിങ് മെക്കാനിസംസ് നോക്കിയതാണ്.
പക്ഷെ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ സ്ട്രെങ്തനിങ് ഓഫ് ഫെറൈറ്റ് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ലോവർ ആണ്, അതിന്റെ എഫക്റ്റ് കുറവാണ്. ഓർ ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ സ്ട്രെങ്തനിങ് ബൈ ദ അലോയിങ് എലമെന്റ്സ് ഈസ് റിലേറ്റീവ്ലി മച്ച് ലോ സ്ട്രെങ്തനിങ് ഓഫ് ഫെറൈറ്റിൽ. അടുത്ത് വരുന്നത് ഫോർമേഷൻ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് കാർബൈഡ്സ്. നമുക്കറിയാം കാർബൈഡ്സ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്കറിയാം അയൺ കാർബൈഡ് നമുക്കറിയാം അല്ലെ. കാർബൈഡ്സ് പറഞ്ഞാൽ അത് ഹാർഡ്നെസ് കൂടിയ മെറ്റീരിയൽ ആണ് നമ്മൾ കാർബൈഡ്സ് പറയുന്നത്. ഒരു എലമെന്റ് കാർബൈഡ് അത് ഒരു ഹാർഡസ്റ്റ് എലമെന്റ് ആയിരിക്കും, ആ ഹാർഡസ്റ്റ് മെറ്റീരിയൽ ആയിരിക്കും, ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ് കാർബൈഡ് അല്ലെ. അപ്പോൾ ഫോർമേഷൻ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് കാർബൈഡ്. The alloying elements were combined with the carbon in steel and result in the formation of carbides. Already iron Fe3C അല്ലെ, അയൺ കാർബൈഡ്സ് ഉണ്ടാവുന്നുണ്ട് അല്ലെ, സിമന്റേറ്റ് അയൺ കാർബൈഡ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഏതിൽ ഓൾറെഡി ഇല്ല അയൺ കാർബൺ ഇക്വിലിബ്രിയം അയൺ കാർബൈഡ്സ് ഉണ്ട് അല്ലെ. ബട്ട് ഇഫ് യു ആർ ആഡിങ് extra alloying elements in this iron carbon, the alloying elements may combine with the carbon and steel and result in the formation of carbides. അപ്പോൾ സ്റ്റീലിലെ കാർബൺ, ഓൾറെഡി സ്റ്റീലിൽ കാർബൺ ഉണ്ട്, അതിൽ നമ്മൾ ഇനി എക്സ്ട്രാ അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ കമ്പൈൻ വിത്ത് ദാറ്റ് കാർബൺ ആൻഡ് ഫോം കാർബൈഡ്സ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഏതൊക്കെ എലമെന്റ്സ് എങ്ങനെയൊക്കെയാണ് ഈ കാർബൈഡ് ഫോർമേഷനിൽ പ്ലേ ചെയ്യുന്നതാണെന്ന് നോക്കുന്നത്. സം അലോയിങ് എലമെന്റ്സ് ഫോം വെരി സ്റ്റേബിൾ കാർബൈഡ്സ് വെൻ ആഡഡ് ടു സ്റ്റീൽ. ഓക്കെ, അലോയിങ് എലമെന്റ്സ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്രോമിയം. ഓക്കെ, ജനറൽ ആയിട്ട് എന്താ കാർബൈഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദീസ് കാർബൈഡ്സ് ആർ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആൻഡ് ഹെൻസ് പ്രൊവൈഡ് ബെറ്റർ ഹാർഡ്നെസ് ആൻഡ് വെയർ റെസിസ്റ്റൻസ് ടു സ്റ്റീൽ. ഓക്കെ, ദ കാർബൈഡ്സ് ഓഫ് ക്രോമിയം ആൻഡ് വെനേഡിയം ആർ ഹാവിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഹാർഡ്നെസ് ആൻഡ് വെയർ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ കാർബൈഡ്സ് എപ്പോഴും എന്താണ്, ഇറ്റ് വിൽ വെയർ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആണ്, ദേ വിൽ പ്രൊവൈഡ് ബെറ്റർ ഹാർഡ്നെസ് ആൻഡ് റെസിസ്റ്റൻസ് ടു സ്റ്റീൽ. അല്ല, സ്റ്റീലിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഹാർഡ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ എലമെന്റ്സ് ആഡ് ചെയ്യുന്നത്. സോ ദേ വിൽ ഫോം കാർബൈഡ്സ്. So they will increase the hardness and the resistance of that steel. Example like chromium and vanadium. The carbides of chromium and vanadium are having outstanding hardness and wear resistance. ഇനി ഏതൊക്കെ എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിക്കൽ, അലൂമിനിയം, കൊബാൾട്ട് ആൻഡ് സിലിക്കൺ. They do not form carbides in the presence of iron and causes instability of iron carbide, so that carbon is precipitated in the form of graphite. Okay, നിക്കൽ, അലൂമിനിയം, കൊബാൾട്ട്, സിലിക്കൺ തുടങ്ങിയ എലമെന്റ്സ് അല്ലെ, these elements have little or no chemical affinity for carbon. അത് കാർബണുമായിട്ട് ഇതിന് കെമിക്കൽ അഫിനിറ്റി ഇല്ല, അപ്പോൾ അത് കാർബൈഡ് ഫോർമേഷൻ ഒന്നും ഉണ്ടാവില്ല. സോ എന്ത് സംഭവിക്കും, ദേ വിൽ ഫോം ഗ്രാഫൈറ്റൈസിങ് എഫക്ട്. ഗ്രാഫൈറ്റൈസിങ് എഫക്ട് പറഞ്ഞാൽ അവിടെ ഈ കാർബൺ പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി തുടങ്ങും. ഏത് ഫോമിലാണ്, അതിന്റെ ഗ്രാഫൈറ്റ് ഫോമിൽ അത് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. ഓക്കെ, അതായത് എന്ന് വെച്ചാൽ ഇവിടെ they tend to make it unstable. അവിടെ ഇതെന്താണ്, ഇത് കമ്പൈൻ ചെയ്യുന്നില്ല അല്ലെ, അഫിനിറ്റി കുറവാണ് കാർബണായിട്ടിൽ. സോ they are unstable, so they will break up and they will release this free graphite. അതായത് ഗ്രാഫൈറ്റും കാർബൺ ആണ്, അപ്പോൾ ഫ്രീ ഗ്രാഫൈറ്റ് അത് റിലീസ് ചെയ്യും, കാരണം അത് അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിക്കൽ, കൊബാൾട്ട്, അലൂമിനിയം, സിലിക്കൺ തുടങ്ങിയ എലമെന്റ്സ് ഒന്നും കാർബൈഡ് ഫോർമേഷനിൽ അതിൽ റോളില്ല. Okay, then titanium and niobium, they have very strong carbide forming tendencies. Titanium, niobium ഒക്കെ strong carbide formation form ചെയ്യും. ഓക്കെ, കാരണം വെച്ചാൽ ഓൾറെഡി എന്താണ് അയൺ കാർബൈഡ്സ് ഉണ്ടാവും, അത് കൂടാണ്ട് നമ്മളെ ഈ പുതിയ അലോയിങ് എലമെന്റ്സും കാർബൈഡ് ഫോർമേഷൻ ഉണ്ടാക്കും. ഓക്കെ, സോ വി നോ ദാറ്റ് ദേ വിൽ പ്രൊവൈഡ് ഹാർഡനിങ് എഫക്ട് ഓൺ സ്റ്റീൽ. പിന്നെ അതിൽ തന്നെ നോക്കിയ സം ഓഫ് ദീസ് ഫോംസ്, ചില അലോയിങ് എലമെന്റ്സ് സംഭവിക്കും, ദേ വിൽ ഫോം സെപ്പറേറ്റ് ഹാർഡ് കാർബൈഡ്. ഓൾസോ ഡബിൾ ഓർ കോംപ്ലക്സ് കാർബൈഡ്സ് കണ്ടെയ്നിങ് കാർബൺ ആൻഡ് വൺ ഓർ മോർ അതർ എലമെന്റ്സ് ആർ ഓൾസോ ഫോംഡ്. ഓക്കെ, അപ്പോൾ അതർ എലമെന്റ്സ് ലൈക്ക് ക്രോമിയം, മോളിബ്ഡിനം, ടങ്സ്റ്റൺ, വെനേഡിയം, ഓൾസോ ടൈറ്റാനിയം ആൻഡ് നിയോബിയം, ഇവയൊക്കെ എന്താണ് അയൺ കാർബൈഡ്സ് ഉണ്ടാക്കും. അറ്റ് ദ സെയിം ടൈം ദേ വിൽ ഓൾസോ ഫോം കോംപ്ലക്സ് കാർബൈഡ്സ് with combining with one or more elements added to steel. Okay, പിന്നെ കുറച്ച് ചില എലമെന്റ്സ് ഒക്കെ മാംഗനീസ് പോലത്തെ എലമെന്റ്സ് ഒക്കെ. So some elements like manganese are not being particularly strong carbide formers. മാംഗനീസ് പോലത്തെ എലമെന്റ്സ് സ്ട്രോങ് കാർബൈഡ് ഫോമേഴ്സ് അല്ല. സോ അത് മാത്രമല്ല, അത് കാർബൈഡ് സ്റ്റെബിലിറ്റിക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, സോ അങ്ങനെ ഡിഫറെന്റ് അലോയിങ് എലമെന്റ്സ് ആയിടുമ്പോൾ നമുക്ക് ഡിഫറെന്റ് കാർബൈഡിലെ ഡിഫറെന്റ് എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ ഈ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു വെക്കണം. ഇപ്പോൾ പറഞ്ഞ ഇത്ര എക്സാമ്പിൾസ്, അപ്പോൾ നമുക്കൊരു 3-4 പോയിന്റ്സ് ഇതിൽ എഴുതാൻ വേണ്ടി പറ്റും. അടുത്ത ഡിസ്പ്ലേസ്മെന്റ് ഓഫ് യൂട്ടക്ടോയിഡ് പോയിന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് യൂട്ടക്ടോയിഡ് പോയിന്റ്. So when a third element is added to steel, the binary iron carbon diagram no longer represent equilibrium conditions. Okay, when a third element is added to steel, the binary iron carbon diagram no longer represent equilibrium condition. നമുക്കറിയാം, ഓൾറെഡി നമ്മൾ നോക്കിയതാണ് അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം. അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം ആണല്ലേ, അത് പർട്ടിക്കുലർ ഇക്വിലിബ്രിയം പൊസിഷനിലെത്തിയ ഒരു ഡയഗ്രാമാണ്. നമ്മൾ അതിലേക്കാണ് പുതിയ അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസിൽ ഡിഫറൻസ് ഉണ്ടാവും. So the presence of these alloying elements change the position of eutectoid point and the position of alpha and delta phase fields. Already നമുക്കറിയാം യൂട്ടക്ടോയിഡ് പോയിന്റ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ പർട്ടിക്കുലർ കോമ്പോസിഷനിലാണ് യൂട്ടക്ടോയിഡ് പോയിന്റ് ഉള്ളത് അല്ലേ. സോ while adding these alloying elements, the position of this eutectoid point will change. എങ്ങനെയാണ് യൂട്ടക്ടോയിഡ് പോയിന്റ് ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഷിഫ്റ്റ് ചെയ്യുന്നത്? Most of the alloying elements shift the eutectoid composition to lower carbon content values. സോ നമ്മൾ ഇതുപോലെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്, ഈ എക്സ്ട്രാ അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ എഫക്ട് എന്താണ്, അത് ഓൾറെഡി നമുക്കറിയാം ഒരു പർട്ടിക്കുലർ കോമ്പോസിഷൻ 0.77% കാർബണിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, യൂട്ടക്ടോയിഡ് പോയിന്റ്. അതിനെ ലോവർ കോമ്പോസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, സോ യൂട്ടക്ടോയിഡ് പോയിന്റ് വിൽ ബി ഷിഫ്റ്റഡ് ടു ദ ലോവർ പോയിന്റ്സ് വൈൽ ആഡിങ് അലോയിങ് എലമെന്റ്സ്. For example, presence of certain elements like chromium, tungsten, molybdenum, titanium, etc. They will raise the eutectoid temperature. അപ്പോൾ ജനറലി നോക്കി ഇതുപോലത്തെ എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ രണ്ട് കാര്യമാണ്. യൂട്ടക്ടോയിഡ് പോയിന്റ് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കോമ്പോസിഷനിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള പോയിന്റ് ആണല്ലേ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ പർട്ടിക്കുലർ അയൺ ആൻഡ് കാർബൺ കോമ്പോസിഷനിലെ ഒരു പോയിന്റാണ് യൂട്ടക്ടോയിഡ് പോയിന്റ്, ശരിയല്ലേ? സോ ആ യൂട്ടക്ടോയിഡ് പോയിന്റിലാണ് യൂട്ടക്ടോയിഡ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ പക്ഷെ നമ്മൾ അയൺ കാർബൺ കൂടാണ്ട് എക്സ്ട്രാ എലമെന്റും കൂടി ഈ അയൺ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, യൂട്ടക്ടോയിഡ് പോയിന്റ് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ജനറലി എങ്ങനെയാണ് യൂട്ടക്ടോയിഡ് പോയിന്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ജനറലി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ മാറാം, അതുപോലെ അതിന്റെ കോമ്പോസിഷൻ മാറാം. അപ്പോൾ ജനറലി അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ കോമ്പോസിഷൻ വിൽ ബി ഷിഫ്റ്റഡ് ടു ദ ലെഫ്റ്റ് വാർഡ് അല്ലെ, ലെഫ്റ്റ് സൈഡിലേക്ക് കോമ്പോസിഷൻ ഷിഫ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് പറഞ്ഞാൽ എന്താണ്, ലോവർ കാർബൺ കണ്ടന്റ് വാല്യൂസിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതിന് ടെമ്പറേച്ചർ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യും? ദ പ്രസൻസ് ഓഫ് ദി സർട്ടൈൻ എലമെന്റ്സ് ലൈക്ക് ക്രോമിയം, ടങ്സ്റ്റൺ, മോളിബ്ഡൻ, ടൈറ്റാനിയം എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ റേസ് ദ യൂട്ടക്ടോയിഡ് ടെമ്പറേച്ചർ. ഓൾറെഡി യൂട്ടക്ടോയിഡ് ടെമ്പറേച്ചർ 727 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അത് റേസ് ചെയ്ത് ഷിഫ്റ്റ് ആക്കും, ചിലപ്പോൾ 760 ആക്കും. ഓക്കെ, സോ അത്തരത്തിലുള്ള മെറ്റീരിയൽസിന് നമ്മൾ ജനറലി പറയുന്ന പേരാണ് ഫെറൈറ്റ് സ്റ്റെബിലൈസേഴ്സ്. ഫെറൈറ്റ് സ്റ്റെബിലൈസേഴ്സ് ക്രോമിയം, ടങ്സ്റ്റൺ, മോളിബ്ഡനം, ടൈറ്റാനിയം. ഓക്കെ, അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് ഓസ്റ്റനേറ്റ് സ്റ്റെബിലൈസേഴ്സ് ഉണ്ട് ലൈക്ക് നിക്കൽ ആൻഡ് മാംഗനീസ്. അതിന്റെ എഫക്റ്റ് ആണ് ദേവർ ലോവർ ദ യൂട്ടക്ടോയിഡ് ടെമ്പറേച്ചർ. So the presence of the elements like nickel and manganese as alloying elements in the iron carbon will lowers the eutectoid temperature. These elements are generally called as austenite stabilizers. Okay, അപ്പോൾ ഫെറൈറ്റ് സ്റ്റെബിലൈസേഴ്സ് ഉണ്ട്, ഓസ്റ്റനൈറ്റ് സ്റ്റെബിലൈസേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെറിയ ഷോർട്ട് നോട്ട് പോലെ ആക്കിയിട്ട് നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കോഡ് ഉപയോഗിച്ചിട്ട് പഠിക്കാം ഇതുപോലത്തെ എലമെന്റ്സ് ഏതൊക്കെയാണ് എക്സാമ്പിൾ പഠിക്കുമ്പോൾ. കാരണം ഈ ചാപ്റ്ററിൽ ഫുള്ള് നിങ്ങൾ പഠിക്കേണ്ടത് ഇതുപോലത്തെ ഡിഫറെന്റ് അലോയ്സ് ആണ്. നിക്കൽ അലോയ്സ്, മോളിബ്ഡൻ അലോയ്സ്, ഡിഫറെന്റ് അലോയ്സ് ആണ്. അതിന്റെ എക്സാമ്പിൾസ് ആപ്ലിക്കേഷൻസ് ആണ്. ഒരുപാട് അലോയ്സ് സിമിലർ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഇതിന് വലിയ കൺസെപ്റ്റ് ഒന്നുമില്ല. നിങ്ങൾ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെക്കണം. പക്ഷെ നിങ്ങൾക്ക് ഇത് ആൻസർ ഷീറ്റിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളിത് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കേണ്ടി വരും. അവസാന നിമിഷം വായിച്ചിട്ട് പോയി എക്സാം എഴുതാന്നുള്ള പരിപാടി ഇതിൽ നടക്കൂല. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റിട്ടാർഡേഷൻ ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ റേറ്റ്സ്. നമ്മൾ TTT ഡയഗ്രാം നമ്മൾ നോക്കിയതാണല്ലേ, ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം നമുക്ക് നോക്കിയതാണ്. അപ്പോൾ ഷിഫ്റ്റിംഗ് ഓഫ് ദിസ് retardation of the transformation rates. The oscillate transformation temperature is also shifted up or down by the alloying elements. ഇത് പറയുന്ന TTT ഡയഗ്രത്തിന്റെ അല്ല, ഇത് അയൺ കാർബൺ ഡയഗ്രം തന്നെയാണ്. അതായത് നമ്മൾ എപ്പോഴും നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെന്റിൽ ചെയ്യുന്ന എന്താണ്, വി വിൽ ഹീറ്റ് ഇറ്റ് ടു ദ ഓസ്റ്റനൈറ്റൈസിങ് റീജിയൻ അല്ലെ. അതിന്റെ ഓസ്റ്റനൈറ്റൈസ് ഫോർമേഷൻ റീജിയൻ വരെ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓസ്റ്റനൈറ്റൈസിങ് റീജിയനിലേക്ക് ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അതിനെ ഹോൾഡ് ചെയ്തിട്ട് അതിനെ കൂൾ ചെയ്യിക്കുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ റിട്ടാർഡേഷൻ ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ റേറ്റ്. സോ ഇൻക്രീസ് ഇൻ നിക്കൽ ആൻഡ് മാംഗനീസ്, അതായത് മാംഗനീസ്, നിക്കൽ,
തുടങ്ങിയ എലമെന്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ increasing the nickel and manganese content will lower the austenite transformation temperature, thereby postponing transformation of austenite on slow cooling. These elements are known as austenite stabilizers. ഇപ്പോൾ നോക്കിയ സെയിം austenite stabilizers are nickel and manganese. അതെന്താണ്? They will retard the transformation rates. That is, they will lower the austenite transformation temperature. Okay, they will lower the austenite transformation temperature. ലോവറിംഗ് ഓഫ് ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ്, ഇത് നമ്മൾ ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ കർവിൽ നമ്മൾ നോക്കിയത് ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് ഉണ്ട് അല്ലേ. ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റിൽ താഴെലോട്ടേക്ക് നമുക്ക് എന്ത് കിട്ടും? ഹാർഡസ്റ്റ് മെറ്റീരിയൽ കിട്ടും അല്ലേ. ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ്, അതായത് ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് എന്ന് പറഞ്ഞൊരു കൂളിംഗ് റേറ്റ് ഉണ്ട്, അതിലും താഴെയായിരിക്കണം നമ്മൾ, അതായത് കൂളിംഗ് റേറ്റ് കൂടണം, അതായത് ടൈം കൂടണം അല്ലേ. കാരണം വെച്ചാൽ നമ്മൾ സഡൻ കൂളിംഗ്, ഡ്രാസ്റ്റിക് കൂളിംഗ് സമയത്ത് മാത്രമാണ് നമ്മൾ ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റിലും താഴേക്ക് വരുന്നത് അല്ലേ. അതിന് മുകളിലേക്ക് എന്താ സംഭവിക്കുക? അതിന് മുകളിലേക്ക് എന്ത് സംഭവിക്കും? ഈ ഓസ്റ്റനേറ്റ് ഫേസ് വിൽ സ്റ്റാർട്ട് ടു ഫോം പേർലൈറ്റ് ഓർ ബെയ്നൈറ്റ് അല്ലെ. പേർലൈറ്റ് അല്ലെങ്കിൽ ബെയ്നൈറ്റ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും. നമുക്കറിയാം ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ കർവ് നിങ്ങൾക്കറിയാം അല്ലെ. അതിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ സി കർവ് ഉണ്ടല്ലോ, 2 സി കർവ്, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ആ സി കർവ് ക്രോസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 2 സിമിലർ സി കർവ്സ് ഉണ്ടല്ലോ, പാരലൈറ്റ് ഒരു സെറ്റ് സി കർവ് ഉണ്ട് അല്ലെ. ഫസ്റ്റ് കർവ് ടച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പേർലൈറ്റ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന്. അത് വീണ്ടും അടുത്ത കർവ് ടച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പേർലൈറ്റ് ഫോർമേഷൻ എൻഡ് ചെയ്യാന്ന്. ഓക്കെ, അപ്പൊ ഈ പേർലൈറ്റ് ഫോർമേഷൻ സ്റ്റാർട്ട് വെച്ചിട്ട് നമ്മൾ ഒരു കർവ് വരച്ചു, അതൊരു ഫസ്റ്റ് സി കർവ്. പേർലൈറ്റ് ഫോർമേഷൻ എൻഡ് വെച്ചിട്ട് വി ആർ ഡ്രോൺ എ സെക്കൻഡ് സി കർവ്. ഓക്കെ, നമ്മൾ ഈ 2 സി കർവും ടച്ച് ചെയ്യാണ്ട് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? താഴെ നമ്മൾ ക്രോസ് ചെയ്യുന്നത് മാർട്ടൻസൈറ്റ് ലൈൻ ആയിരിക്കും നമ്മൾ ക്രോസ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് അങ്ങനെ കിട്ടുന്നത്? അത് ഡിഫറെന്റ് കൂളിംഗ് റേറ്റ്സിൽ നമുക്ക് ഡിഫറെന്റ് ഡയറക്ഷനിലേക്ക് നമുക്ക് മൂവ്മെന്റ് ഇത് കിട്ടുന്നുണ്ടല്ലോ, ഡയറക്ഷൻ. So, the isothermal transformation TTT curve is displaced to the right side due to most of the alloying elements except cobalt. Cobalt ഒഴികെയുള്ള ബാക്കിയുള്ള alloying elements ഒക്കെ ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് these CC curve or these time temperature transformation curve is shifted towards the right side. അപ്പോൾ ഇത് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിയാൽ നമുക്ക് ഇത്രയും ഏരിയ കുറച്ചും കൂടി അധികം കിട്ടിയല്ലേ. കാരണം കൂളിംഗ് റേറ്റ് നമുക്ക് നേരത്തെ അത്രയും കുറക്കേണ്ട ആവശ്യമില്ല. നേരത്തെ ആകുമ്പോൾ നമുക്ക് സഡൻ കൂൾ ചെയ്തില്ലേ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് സ്ലോ കൂളിംഗ് ആക്കിയാലും, അതായത് ഇത്രയും റാപ്പിഡ് കൂളിംഗ് അല്ലാണ്ട് നമുക്ക് കുറച്ച് കൂളിംഗ് ടൈം നമ്മൾ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്താലും, നേരത്തെ സഡൻ കൂൾ ചെയ്യുമ്പോൾ കൂളിംഗ് ടൈം വളരെ കുറവാണ് അല്ലെ. ഇനി നമ്മൾ കൂളിംഗ് ടൈം കുറച്ചും കൂടി ഡിഫറൻസ് കുറച്ചാലും അല്ലെങ്കിൽ കൂളിംഗ് ടൈം കൂട്ടിയാലും നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കുഴപ്പമില്ല, അത് ബെയ്നൈറ്റ് അല്ലെങ്കിൽ പേർലൈറ്റ് ഫോർമേഷൻ നടക്കുന്നില്ല അല്ലെ. കാരണം വെച്ചാൽ നമുക്ക് അത്രയും ആ സമയത്ത്, കാരണം നമ്മൾ TTT കർവ് എന്ത് ചെയ്തു? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയി. Okay, this means that the critical cooling rate required for the formation of martensite is decreased and hence leading to a better hardenability. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി അത് ഒരു ബ്രൈൻ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ട് തന്നെ കൂൾ ചെയ്യണമെന്നില്ല. സാധാരണ ചിലപ്പോൾ എയർ കൊഞ്ച് ചെയ്താൽ പോലും ഒരുപക്ഷെ നമുക്ക് ഹാർഡസ്റ്റ് മെറ്റീരിയൽ കിട്ടും. സോ ഇൻ അതർ വേർഡ്സ് ദിസ് മേക്സ് ഇറ്റ് പോസിബിൾ ടു ഓയിൽ കൊഞ്ച്. ഓക്കെ, നമ്മൾ ഓയിൽ കൊഞ്ച് ചെയ്യാം, ഓർ ഈവൻ എയർ ഹാർഡനിങ്. സോ ഓയിൽ കൊഞ്ച് സ്റ്റീൽ ഓർ എയർ ഹാർഡൻ സ്റ്റീൽ ആൻഡ് ഒബ്റ്റെയിൻ എ ഹാർഡ് martensitic structure throughout. Chromium, molybdenum, manganese and nickel are more effective in this. So this is one of the useful feature of these alloying elements. അപ്പോൾ lowering the critical cooling rate. Critical cooling rate ഒരു ഇമ്പോർട്ടൻ്റ് ടേം ആണ്, അത് ഇമ്പോർട്ടൻ്റ്, അത് ഓർത്തിരിക്കേണ്ടതാണ്. ഇംപ്രൂവ്മെന്റ് ഇൻ കൊറോഷൻ റെസിസ്റ്റൻസ്. കൊറോഷൻ റെസിസ്റ്റൻസ് കൂടും. നമുക്കറിയാം there are many applications where അല്ലെ, നമുക്ക് എപ്പോഴും ഹ്യൂമിഡ് റീജിയൻസിൽ ഉള്ള ഒരുപാട് അപ്ലിക്കേഷൻസ് വരും, അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്കറിയാം നമ്മളെ കിച്ചൺ യൂട്ടൻസിൽസ് ഒക്കെ എപ്പോഴും നമ്മൾ ഒരു വാട്ടർ ആയിട്ട് അല്ലെ H2O ആയിട്ട് കോൺടാക്ട് വരുന്നതാണ്. അല്ലെങ്കിൽ ഹ്യൂമിഡ് ഏരിയയിൽ ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെ നീഡിൽസും കാര്യങ്ങളൊക്കെ, സിസേഴ്സ് നീഡിൽസും ഒക്കെ, ഇതൊക്കെ എപ്പോഴും എന്താണ് ഒരു അറ്റ്മോസ്ഫിയറിക് വാട്ടർ കണ്ടന്റുമായിട്ട് കോൺടാക്ട് വരാൻ ഉള്ള സ്ഥലത്താണല്ലോ. നമ്മൾക്കറിയാം നമ്മളെ ബ്ലേഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, റേസർ ബ്ലേഡ്സ് ഒക്കെ. അപ്പോൾ ഇതുപോലത്തെ ഒക്കെ സാധനങ്ങൾ എന്താണ് എപ്പോഴും അത് കൊറോഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണല്ലേ. സോ വി ഹാവ് ടു മേക്ക് ഇറ്റ് കൊറോഷൻ റെസിസ്റ്റൻസ്, കൊറോസീവ് റെസിസ്റ്റൻ്റ് ആക്കണം. സോ അതിനുവേണ്ടി നമുക്ക് കുറേ അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യാം. സോ ഹൗ ടു ഇംപ്രൂവ് ദ കൊറോഷൻ റെസിസ്റ്റൻസ്? സോ അലോയിങ് എലമെന്റ്സിന്റെ ഒരു എഫക്റ്റ് ആണ്, ഇറ്റ് വിൽ ഇംപ്രൂവ്മെന്റ്സ് ഇൻ ദി കൊറോഷൻ റെസിസ്റ്റൻസ്. എങ്ങനെയാണ്? എലമെന്റ്സ് ലൈക്ക് അലൂമിനിയം ഫോം thin oxide layer and protect it from further corrosion. Aluminum alloying element add ചെയ്തിട്ടുണ്ടെങ്കിൽ it will form an oxide layer on the surface of the materials. So it will protect it from the
ഒരു ലെയർ, ഒരു ഇൻസുലേഷൻ ലെയർ അത് ഫോം ചെയ്യും. അത് ഫർദർ കൊറോഷൻ പ്രൊട്ടക്ട് ചെയ്യും. Upon alloying with steel, aluminum and elements like silicon and chromium impart these properties to steel. അപ്പോൾ അലൂമിനിയം, സിലിക്കൺ, ക്രോമിയം ഒക്കെ കൊറോഷൻ റെസിസ്റ്റൻസ് ഇംപ്രൂവ് ചെയ്യുന്ന മെറ്റീരിയൽസ് എലമെന്റ്സ് ആണ്. ക്രോമിയം imparts corrosion resistance only when a minimum of 13% is added. ക്രോമിയം കൊറോഷൻ റെസിസ്റ്റീവ് എലമെന്റ്, അലോയിങ് എലമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ആ മിനിമം പെർസെൻറ്റേജ് 13% ക്രോമിയം നമ്മൾ ആഡ് ചെയ്താൽ അത് ആ ബേസ് മെറ്റലിനെ കൊറോഷൻ റെസിസ്റ്റന്റ് ആക്കി മാറ്റും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീലിനെ കൊറോഷൻ റെസിസ്റ്റന്റ് ആക്കി മാറ്റും. ഇൻഫ്ലുവൻസ് ഓൺ ഗ്രെയിൻ ഗ്രോത്ത്. ഗ്രെയിൻ ഗ്രോത്തിനെ എങ്ങനെയാണ് ഈ ആഡ് ചെയ്യുന്ന എലമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? Presence of some elements will accelerate the grain growth and increase brittleness of the material. Chromium is the most important element which produces this effect. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന ഈ എക്സ്ട്രാ സം അലോയിങ് എലമെന്റ്സ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്താൽ ദേ ആർ ആക്ച്വലി ആക്സിലറേറ്റിംഗ് ദ ഗ്രെയിൻ ഗ്രോത്ത്. ഗ്രെയിൻ ഗ്രോത്തിനെ അത് ആക്സിലറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് ഗ്രെയിൻ ഗ്രോത്ത് ഈസ് റിട്ടാർഡഡ് ബൈ ദ പ്രസൻസ് ഓഫ് സം എലമെന്റ്സ് ലൈക്ക് നിക്കൽ ആൻഡ് വെനേഡിയം. ബട്ട് നിക്കൽ ആൻഡ് വെനേഡിയം പോലുള്ള എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? They will retard the growth of the grain. So these elements are usually classified as grain refiners. അപ്പോൾ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നമുക്ക് എന്താണ് ഓൾറെഡി ഉള്ള ഒരു സ്റ്റീൽ, അപ്പോൾ ആ സ്റ്റീലിന് ഗ്രെയിൻസ് എനിക്ക് റിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ട് റിഫൈൻഡ് ഗ്രെയിൻസ് ആണ് വേണ്ടത്. അത്തരത്തിലുള്ള കേസിൽ എനിക്ക് എന്ത് ചെയ്യാം? അതിനെ അലോയ് ചെയ്യാം. ആരെ വെച്ചിട്ട് അലോയ് ചെയ്യാം? I can alloy it with nickel or vanadium, or nickel and vanadium, so that it will retard the grain growth and I will get a refined grain. നേരെ മറിച്ച് ഗ്രെയിൻ ഗ്രോത്ത് എനിക്ക് കൂട്ടണം, എനിക്ക് കോർസ് ഗ്രെയിൻസ് വേണം, അതുപോലത്തെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി മെറ്റീരിയൽ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഐ ക്യാൻ ആഡ് ക്രോമിയം. ഓക്കെ, സോ ദിസ് ഇസ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി അലോയിങ് എലമെന്റ്സ് ഓൺ ഗ്രെയിൻ ഗ്രോത്ത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ അലോയിങ് എലമെന്റ്സിന്റെ ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആണ്. സോ ഒരുപാട് അലോയിങ് എലമെന്റ്സ് ഉണ്ട്. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് അലോയിങ് എലമെന്റ്സിന്റെ ഫംഗ്ഷൻസ് മാത്രമാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് മാംഗനീസ്. ഇറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അലോയിങ് എലമെന്റ് ആഡഡ് ടു സ്റ്റീൽ. Manganese is normally present in all steels and functions as a deoxidizer. It forms manganese sulfide and takes care of the negative effects of residual sulfur content. Usually it is added in the range of 0.5 to 2%. ഒന്ന് ആലോചിക്കുക, ഈ അലോയിങ് എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് നോക്കിയാൽ ബിലോ 10%, ബിലോ 5% ഒക്കെയാണ്. ചെറിയൊരു കണ്ടന്റ് ആഡ് ചെയ്യുമ്പോൾ തന്നെയാണ് ഇത്രയും മാർക്കബിൾ ചേഞ്ച് ഇൻ പ്രോപ്പർട്ടീസ് വരുന്നത്. ഓക്കെ, so it is added in the range of 0.5 to 2% only. So it will improve or increase the hardness and strength of the steel. It will increase the hardness of the steel. It will increase the strength of steel. Also, it will improve the hardenability of the steel. അപ്പോൾ ഇതാണ് മാംഗനീസ് അലോയിങ് എലമെന്റിന്റെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മോളിബ്ഡിനം. മോളിബ്ഡിനം ഒരു അലോയിങ് എലമെന്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ, അത് ഒരുപാട് പ്രോപ്പർട്ടി ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. മോളിബ്ഡിനത്തിൽ നോക്കിയാൽ ദിസ് ഈസ് എ റിലേറ്റീവ്ലി എക്സ്പെൻസീവ് അലോയിങ് എലമെന്റ് ആൻഡ് ജനറലി ഫൗണ്ട് ഇൻ ഹൈ സ്ട്രെങ്ത് സ്ട്രക്ചറൽ സ്റ്റീൽസ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ആഡഡ് ടു ക്രോമിയം നിക്കൽ സ്റ്റീൽസ് ടു ഇംപ്രൂവ് റെസിസ്റ്റൻസ് ടു കൊറോഷൻ. ഇപ്പോൾ കൊറോഷൻ റെസിസ്റ്റൻസിന് വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്, സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. ജനറലി ഇറ്റ് ഇംപ്രൂവ്സ് ഹാർഡനബിലിറ്റി ആൻഡ് എലിമിനേറ്റ്സ് ടെമ്പർ ബ്രിട്ടിൽനെസ് ഇൻ സ്റ്റീൽ. ഓക്കെ, അതായത് സ്റ്റീൽസിൽ നമുക്കറിയാം, ഹാർഡൻ സ്റ്റീൽസ്, നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്ത സ്റ്റീൽസിൽ അത് ബ്രിട്ടിൽ ആയിരിക്കും അല്ലേ. സോ വി വിൽ ടേക്ക് ഇറ്റ് ഫോർ, അതിന് നമ്മൾ ടെമ്പറിംഗിൽ എടുക്കുന്നു. ഈവൻ ടെമ്പറിങ്ങിന് ശേഷം അതിൽ ബ്രിട്ടിൽനെസ് ഉണ്ടാവും. സോ അത്തരത്തിൽ സ്റ്റീൽ നമുക്ക് ആ ഒരു ബ്രിട്ടിൽനെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് മോളിബ്ഡിനം ആഡ് ചെയ്യാം. മോളിബ്ഡിനം ഓൾസോ എൻഹാൻസസ് ദ എഫക്ട് ഓഫ് അതർ അലോയിങ് എലമെന്റ്സ് ലൈക്ക് മാംഗനീസ്, നിക്കൽ ആൻഡ് ക്രോമിയം. സോ മാംഗനീസ്, നിക്കൽ, ക്രോമിയം അല്ല, മാംഗനീസ് ഇപ്പോൾ നമ്മൾ നോക്കി, നിക്കലും ക്രോമിയം, ഇവയൊക്കെ എന്താണ് പർട്ടിക്കുലർ പ്രോപ്പർട്ടി ചേഞ്ചസ് അല്ലെങ്കിൽ അതിൽ പ്രോപ്പർട്ടി എൻഹാൻസ്മെന്റ് ചെയ്യുന്നുണ്ട്, അല്ലെ, പ്രോപ്പർട്ടി ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ട്. ആ പ്രോപ്പർട്ടി ഇംപ്രൂവ്മെന്റ് ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോളിബ്ഡിനത്തിന്റെ പ്രസൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ റേഞ്ച് ഓഫ് 0.1 to 0.4% ആൻഡ് ഫോംസ് കാർബൈഡ്സ് ഹാവിംഗ് ഹൈ റെഡ് ഹാർഡ്നസ് ആൻഡ് വെയർ റെസിസ്റ്റൻസ്. ഇപ്പോൾ മോളിബ്ഡിനം നോക്കിയാൽ നമ്മൾ നേരത്തെ നോക്കിയല്ലേ എന്താണ് ഫോർമേഷൻ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് കാർബൈഡ്സ് എന്ന ടോപ്പിക്കിൽ നമ്മൾ നോക്കി. മോളിബ്ഡിനം എന്താണ്, ഒരു സ്ട്രോങ് കാർബൈഡ് ഫോമർ ആണ്. അപ്പോൾ അത് കാർബണുമായിട്ട് കാർബൈഡ് ഫോർമേഷൻ നടത്തും. ഈവൺ ഇറ്റ് വിൽ ഫോം ഡബിൾ ഓർ കോംപ്ലക്സ് കാർബൈഡ്സ്. അങ്ങനെ ഡബിൾ ഓർ കോംപ്ലക്സ് കാർബൈഡ് ഉണ്ടാക്കുന്നത്, അതായത് അയണും മോളിബ്ഡിനും ഒന്നിച്ച് ചേർന്ന് കാർബൈഡ് ഫോർമേഷൻ നടത്തും. അതിനാണ് നമ്മൾ ഡബിൾ കാർബൈഡ്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് കാർബൈഡ്സ് എന്ന് പറയുന്നത്.
സോ മോളിബ്ഡനത്തിന്റെ പ്രസൻസ് എന്താണ്? It is giving very high red hardness, or it will give high hardenability and wear resistance to the steel. ഓക്കെ, ഇതിന്റെ അടുത്ത ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് ഹവർ നോക്കാം. ഇനി ഒരു ഹവറും കൂടി ഉണ്ടെന്ന് ഹവർ നോക്കാം. ഒന്നെല്ലാവരും ഒന്ന് അറ്റൻഡൻസ് ഒന്ന് പറയണം. ആകാശ് കെ എം, അഖിലം, അഖിൽ, അമിത് കെ, Present, sir. അനിരുദ്ധ് സുരേഷ്, Present, sir. കാർത്തിക്, ഓക്കെ പറഞ്ഞതാണ്. ലാദിൻ, Present, sir. മുഹമ്മദ് ഷഹസാദ് ഉണ്ട്. മുക്താസിം പി കെ, മുക്താസിം, മുഹമ്മദ് അസഫ്, മുഹമ്മദ് അസഫ്, ഫർദീൻ, Present, sir. മുഹമ്മദ് ഫത്തേഹ്, Present, sir. മുഹമ്മദ് സമ, മുഹമ്മദ് സമ, മുഹമ്മദ് സിയാൻ, മുഹമ്മദ് സിയാൻ, മുഹമ്മദ് അസഫ് വന്നോ? മുഹമ്മദ് സിയാൻ ഇല്ല. നിവേദ് കുമാർ, Sir, ഓക്കെ ഓക്കെ. നിവേദ് കുമാർ, Present, sir. Present, sir. പ്രത്യുഷ്, പ്രത്യുഷ് പ്രേമരാജ്, രാഹുൽ രാജീവ് ഉണ്ട് പറഞ്ഞതാണ്. സജിൻ രാജീവ്, Present, sir. സൗരാഗ്, സൗരാഗ്,